കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. എനിക്ക് പിന്നിൽ കാണുന്ന ഈ മരച്ചൂട്ടിൽ നിന്നുമാണ് ഏതാണ്ട് 5 വർഷം മുമ്പ് പാകിസ്ഥാൻ നിർമ്മിതമായ വെടിയുണ്ടകളടക്കം 14 വെടിയുണ്ടകൾ കിട്ടുന്നത്. 2020 ഫെബ്രുവരിയിലാണ് തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ കുളത്തൂപ്പുഴ 30 അടി പാലത്തിന് സമീപത്ത് നിന്നും 12 പാക് നിർമ്മിത വെടിയുണ്ടകൾ ഉൾപ്പെടെ 14 വെടിയുണ്ടകൾ കണ്ടെത്തുന്നത്. ഇതുവഴി നടന്നു പോവുകയായിരുന്ന നാട്ടുകാരിൽ ചിലർക്കാണ് വെടിയുണ്ട ലഭിക്കുന്നത്. ഉടൻ വിവരം പോലീസിൽ അറിയിക്കുകയും കുളത്തൂപ്പുഴ പോലീസ് സ്ഥലത്തെത്തി വെടിയുണ്ടകൾ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ ലഭിച്ച വെടിയുണ്ടകൾ പാകിസ്ഥാൻ നിർമ്മിതവും പാകിസ്ഥാൻ സൈന്യം ഉപയോഗിക്കുന്നതാണെന്നും കണ്ടെത്തിയതോടെ കേസിന്റെ ഗൗരവം വർദ്ധിച്ചു. അന്നത്തെ റൂറൽ പോലീസ് മേധാവിയായിരുന്ന ഹരിശങ്കർ നേരിട്ടെത്തി അന്വേഷണം ആരംഭിച്ചു. അടുത്ത ദിവസം തന്നെ കേസ് സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഏറ്റെടുത്തു. അടുത്ത ദിവസങ്ങളിലായി ADGP ആയിരുന്ന ടോമിൻ തച്ചങ്കരിയും IG ഉൾപ്പെടുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും നേരിട്ട് സ്ഥലത്തെത്തി വെടിയുണ്ട കണ്ടെത്തിയവരിൽ നിന്നും ഉൾപ്പെടെ വിശദമായ വിവരങ്ങൾ ശേഖരിച്ചു. കേസിലുടൻ വഴിത്തിരിവുണ്ടാകുമെന്ന് ടോമിൻ തച്ചങ്കരി അന്ന് വ്യക്തമാക്കുകയും ചെയ്തു. കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് പുറമെ കേന്ദ്ര ഇന്റലിജൻസ്, ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസ് അടക്കമുള്ളവരും അന്വേഷണം ആരംഭിച്ചു. NIA കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള സംഘവും കുളത്തൂപ്പുഴയിലെത്തി തെളിവുകൾ ശേഖരിച്ചു. സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ റൂറൽ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള 12ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സംഘം അന്വേഷണം ആരംഭിച്ചു. 1000-ലധികം CCTV ദൃശ്യങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. നിരവധി ആളുകളുടെ ഫോൺ നമ്പറുകൾ ശേഖരിച്ചും അന്വേഷണം നടന്നു. ചിലരെ കസ്റ്റഡിയിലെടുത്തും ചോദ്യം ചെയ്തു. എന്നാൽ 5 വർഷം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. കുളത്തൂപ്പുഴ 30 അടി പാലത്തിന് സമീപമായിട്ട് 2 പ്രധാന മലയാള ദിനപത്രങ്ങളിൽ പൊതിഞ്ഞ രീതിയിൽ 14 വെടിയുണ്ടകൾ കണ്ടെത്തിയിരുന്നു. അന്ന് തന്നെ കേരള പോലീസും തമിഴ്നാടിൻ്റെ ക്രൂ ബ്രാഞ്ച് പോലീസ് സംവിധാനവും ഉന്നത ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്ത് വന്ന് നേരിട്ട് തന്നെ അന്വേഷണത്തിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അന്ന് ഏകദേശം കുറച്ച് ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് വിളിപ്പിച്ച് കേസിൻ്റെ വഴിത്തിരിവുകളെല്ലാം പുരോഗതികളൊക്കെ വിലയിരുത്തുകയെന്ന് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് തുടർന്ന് ഇത്തരത്തിലുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളതിൻ്റെ ദുരൂഹത നീക്കി പൊതുജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് പോലീസിന് കഴിഞ്ഞിട്ടില്ല. പല പ്രാവശ്യവും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് തിരക്കിയപ്പോൾ അന്വേഷണത്തിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനം വിലയിരുത്തുകയാണ്. അതിൻ്റെ റിപ്പോർട്ടുകൾ പിന്നീട് അറിയിക്കാം എന്നിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 5 വർഷം കഴിഞ്ഞിട്ടുള്ള കാലയളവിൽ പോലും കേരളത്തിനെ പോലെയുള്ളൊരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഈ പാക് നിർമ്മിതമായ വെടിയുണ്ടകൾ കണ്ടെത്തിയതിൽ വലിയ ദുരൂഹത ജനങ്ങൾക്കും ഭാരതീയ ജനതാ പാർട്ടിക്കുമുണ്ട്. ഈ ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള തീവ്രവാദ ശക്തികളെയും അവരുടെ തെളിവുകളുമൊക്കെ പിടിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ കുളത്തൂപ്പുഴ പോലെയുള്ള അന്തർ സംസ്ഥാന അല്ലെങ്കിൽ വനാതിർത്തി പങ്കിടുന്ന ഈ സ്ഥലത്ത് നിന്ന് അന്തർ സംസ്ഥാന ആളുകളുടെയൊക്കെ സാമീപ്യമുണ്ടോ, ഭീകരരുടെ സാമീപ്യമുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലാണോ ഈ വെടിയുണ്ടകൾ ഇവിടെ വന്നിട്ടുള്ളത്? ഇതിൻ്റെ ദുരൂഹതകൾ നീക്കി പൊതുജനത്തിനും ഭാരതീയ ജനതാ പാർട്ടിക്കും ഇതിൻ്റെ ആശങ്കകൾ അറിയണമെന്നുള്ള വലിയ ഒരു ആഗ്രഹത്തിലാണ്. ഇതുവഴി പോയവർ സമീപത്തെ വനത്തിലേക്ക് വെടിയുണ്ടകൾ വലിച്ചെറിയുകയും ഇത് മരത്തിൽ തട്ടി പാതയോരത്തേക്ക് വീഴുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. ഇതൊരു പക്ഷേ ഏതെങ്കിലും സൈനികരോ സൈനിക വൃത്തിയിൽ നിന്നും വിരമിച്ചവരോ ആകാമെന്നും അന്വേഷണ സംഘം കരുതുന്നു. അന്ന് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നവരെല്ലാം അതാത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് പിന്നീട് മടങ്ങിപ്പോയി. കേസിൽ കൃത്യമായി എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന റിപ്പോർട്ടാണ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചിട്ടുള്ളത്. നിലവിൽ സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സേനയുടെ എറണാകുളം യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത്. തുടക്കം മുതൽ സംസ്ഥാന പോലീസും അതുപോലെ തന്നെ സംസ്ഥാന പോലീസിൻ്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ഒക്കെ അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെ ആ വെടിയുണ്ട കണ്ടെത്തിയതിനെ സംബന്ധിച്ചുള്ള ദുരൂഹത നീക്കാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ഇത്തരം സംഭവങ്ങളിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ അഭ്യൂഹങ്ങൾ പ്രചരിക്കാറുണ്ട്. ഈ വിഷയത്തിലും ഇത് തീവ്രവാദ സംഘടനകൾ കൊണ്ടിട്ടതാകാം, അവരുടെ പരിശീലനത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതാകാം എന്നുള്ള അഭ്യൂഹമുണ്ടായി. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ പ്രാദേശികമായി ഏതെങ്കിലും സൈനികരോ മുൻ സൈനികരോ കൊണ്ടിട്ടതാകാം എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഇതിനെ സംബന്ധിച്ചുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം ഇതാര് കൊണ്ടിട്ടു എന്നുള്ളതിനേക്കാൾ പ്രധാനം 5 വർഷമായിട്ടും നമ്മുടെ ഏജൻസികൾക്ക് ഇത് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതൊരു ഗൗരവമായ കാര്യമാണ്. ഇത് ദുരൂഹത നീക്കം ചെയ്യപ്പെടേണ്ട വിഷയമാണ്. രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത് അന്വേഷിച്ച് പൂർത്തീകരിച്ച് ജനങ്ങളുടെ ദുരൂഹത നീക്കേണ്ട ഒരു ഉത്തരവാദിത്വം സംസ്ഥാന പോലീസിനും ഒക്കെ ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ സംസ്ഥാന പോലീസിൻ്റെ ഏജൻസികൾക്ക്
ഈ അന്വേഷണം ആ നിലയ്ക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. അതുകൊണ്ട് ഇത് സംസ്ഥാന പോലീസ് അന്വേഷിച്ചതിനേക്കാൾ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് ഇതിൻ്റെ ദുരൂഹത നീക്കം ചെയ്യണമെന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. കേന്ദ്ര ഏജൻസികൾ ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത് ഈ പാക് വെടിയുണ്ട കണ്ടെത്തിയ സംഭവത്തിലെ ദുരൂഹത നീക്കം ചെയ്ത് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. പാകിസ്ഥാൻ നിർമ്മിത വെടിയുണ്ടകൾ എങ്ങനെ എപ്പോൾ ഇവിടെ എത്തി എന്നത് സംബന്ധിച്ച് യാതൊന്നും കണ്ടെത്താൻ 5 വർഷത്തെ അന്വേഷണത്തിന് കഴിഞ്ഞിട്ടില്ല. കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് രാഷ്ട്രീയ സംഘടനകളും പൊതുപ്രവർത്തകരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. അന്വേഷണം ആരംഭിച്ച് 5 വർഷം പിന്നിടുമ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് അന്വേഷണ സംഘം. ഇതോടെയാണ് വെടിയുണ്ട കണ്ടെത്തിയ സംഭവത്തിലെ ദുരൂഹത മാറ്റണമെന്നാവശ്യപ്പെട്ട കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ സംഘടനകളടക്കം ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. വെടിയുണ്ട കണ്ടെത്തിയ കുളത്തൂപ്പുഴയിലെ 30 അടി പാലത്തിന് സമീപത്തു നിന്നും ക്യാമറാമാനോടൊപ്പം സനൽകുമാർ, നാട്ടുവാർത്ത.